ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ദിസ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഗ്രൂപ്പ്സിൽ ഒരു തിയറം വരുന്നുണ്ട്, ഒന്നല്ല രണ്ട് തിയറം വരുന്നുണ്ട് ഈ ടോപ്പിക്കിൽ. അപ്പോൾ ആദ്യം ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് KTU S3 CS-കാർക്ക് ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഇഫ് G1, star 1 and G2, star 2 are groups, then G1 cross G2 is a group with a binary operation star defined by G1 star G2 equal to set of all the ordered pair A, B such that A belongs to G1 and B belongs to G2. അതായത് if two groups are there, then its cross product is also a group. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇഫ് G1, star 1 എന്ന് പറഞ്ഞാൽ എന്താണ്? G1 ഒരു ഗ്രൂപ്പാണ്, അത് വിത്ത് റെസ്പെക്ട് ടു എ ബൈനറി ഓപ്പറേഷൻ star 1 എന്ന് കൊടുക്കുവാണ്. ഇനി G2 ഒരു ഗ്രൂപ്പ്, അതിൻ്റെ കൂടെ അത് star 2 എന്ന് പറയുന്നത് മറ്റൊരു ബൈനറി ഓപ്പറേഷനാണ്. അപ്പോൾ രണ്ട് ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് G1 cross G2 ഈസ് ഓൾസോ എ ഗ്രൂപ്പ് വിത്ത് റെസ്പെക്ട് ടു ദ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. അതായത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് G1 cross G2, സ്റ്റാർ ഇസ് എ ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതും ഓർഡേർഡ് പെയർ, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതും പോലെ തന്നെ ഓർഡേർഡ് പെയർ A, B ഫോർമാറ്റ് ആണ്. അതിൽ A ബിലോങ്സ് ടു G1 ആൻഡ് B ബിലോങ്സ് ടു G2. അപ്പോൾ ഗ്രൂപ്പ് എന്നുള്ളതാണ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് G1 cross G2, സ്റ്റാർ ഇസ് എ ഗ്രൂപ്പ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ക്ലോഷർ പ്രോപ്പർട്ടി ട്രൂ ആയിരിക്കണം, സെക്കൻഡ് വൺ അസോസിയേറ്റീവ് ട്രൂ ആയിരിക്കണം, തേർഡ് വൺ ഐഡൻറ്റിറ്റി ട്രൂ ആയിരിക്കണം, ആൻഡ് ലാസ്റ്റ് ദ ഫോർത്ത് വൺ ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഷുഡ് ഓൾസോ സാറ്റിസ്ഫൈ. ഇഫ് ഓൾ ദ ഫോർ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്, then we can say that G1 cross G2 is a group with respect to the binary operation star. So G1 cross G2 elements A, B ordered pair ഫോർമാറ്റിലാണ്. സോ ലെറ്റ് us take first two elements. നമ്മൾ സാധാരണ ഒരു ഗ്രൂപ്പ് G1 ഒരു ഗ്രൂപ്പാണ്, G2 ഒരു ഗ്രൂപ്പാണെന്ന് ഇവിടെ നേരത്തെ തന്നിട്ടുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ ഹിയർ G1, star 1 and G2, star 2 is a group, which means that G1 satisfies all these four properties: closure, associative, identity and inverse. Similarly, G2 also satisfies these properties with respect to the binary operation star. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. സോ ഇൻ ദിസ് ക്ലോഷർ പ്രോപ്പർട്ടി ലെറ്റ് മീ ടേക്ക് ടു ഓർഡേർഡ് പെയർ എലമെൻറ്റ്സ്. അപ്പോൾ ഇതിലെ എലമെൻറ്റ്സ് ഈ ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ സാധാരണ ക്ലോഷർ പ്രോപ്പർട്ടിക്ക് എന്താ ചെയ്യുക? A, B ബിലോങ്സ് ടു G ഇംപ്ലൈസ് A star B ഓൾസോ ബിലോങ്സ് ടു G. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ A, B ബിലോങ്സ് ടു G എന്നുള്ളതിന് പകരം ഇവിടെ നമുക്ക് ഇവിടുത്തെ എലമെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് A1 B1 ഓർഡേർഡ് പെയർ A1 B1 ആൻഡ് കൺസിഡർ ടു എലമെൻറ്റ്സ്. സോ ടു ഓർഡേർഡ് പെയർസ് A2 B2 ഓൾസോ ബിലോങ്സ് ടു G1 cross G2. ഇതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? A1 ബിലോങ്സ് ടു G1, B1 ബിലോങ്സ് ടു G2. അതേപോലെ ഇവിടെ A2 ബിലോങ്സ് ടു G1 ആൻഡ് B2 ബിലോങ്സ് ടു G2. Now A1, B1 star A2, B2. That means the binary operation can be defined as A1, B1 is defined with respect to the binary operation star. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് വി കമ്പൈൻ ഓർഡേർഡ് പെയർ, ഫസ്റ്റ് എലമെൻറ്റ്സ്, ഫസ്റ്റ് പെയർ ഓഫ് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുക, ദെൻ വി കമ്പൈൻ ദ സെക്കൻഡ് എലമെൻറ്റ്സ്. സോ A1 star 1 so A1 star 1 A2. The next one is considered as B1 star 1 star 2 B2. So here the notations, ഞാൻ വേറെ നൊട്ടേഷൻസ് ഇവിടെ കൊടുത്തിട്ടില്ല, ഞാനിവിടെ star 1 star 2 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ A1 star 1 A2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം A1 A2 belongs to G1 means since G1 is a group ആണ്, with respect to the binary operation എന്താണ്? star 1, which means that A1 star A2 also belongs to G1. അപ്പോൾ ഇവിടെ this ordered pair belongs to G1 and this not ordered pair, this term B1 star B2. So we know that B1 B2 belongs to G2, which means implies B1 star
B2 also belongs to G2. So this is the condition. So we apply here. So we say that we get an ordered pair such that the first term belongs to G1 and second term belongs to G2. That means this ordered pair also belongs to G1 star G2. So the reason I have mentioned here, what is the reason? A1, A2 belongs to G1. So given condition is G1 is a group with respect to the binary operation star 1, which means that the closure property is true in G1 comma star 1. That means A1 star 1, A2 belongs to G1. Similarly, G2 comma star 2 is a group. It is given here, which means that when you consider two elements B1, B2 in G2, then B1 star 2, B2 also belongs to G2. Hence, we say the closure property is true. So this is the reason which we are doing the calculations for this assumption. ഈ assumption നമ്മൾ എടുക്കാൻ ഇതാണ് കാരണം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കാം. രണ്ടാമത്തേത് എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, വിച്ച് ഇസ് ദ സെക്കൻഡ് വൺ. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എ സ്റ്റാർ B star C is equal to A star B star C. So ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ എക്ക് പകരം അവിടെ അതും എങ്ങനെ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ 3 എലമെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ നമ്മൾ 3 ഓർഡേർഡ് പെയർ എടുക്കണം. അതായത് ഫസ്റ്റ് വൺ A1 B1, A2 B2 ആൻഡ് A3 B3 വിച്ച് ബിലോങ്സ് ടു ദ ക്രോസ് പ്രോഡക്റ്റ് ഏതാണ്? G1 ക്രോസ് G2. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A1 B1 star A2 B2 star A3 B3. So first of all നമ്മൾ എന്ത് ചെയ്യുക? By definition, so we can take this one condition. This condition എങ്ങനെ എടുക്കാം? A1 star 1 B1 star, you can rewrite this as A2, നേരത്തെ നമ്മൾ ക്ലോഷറിൽ ചെയ്തതുപോലെ തന്നെ A2 star 1 A3 B2 star 2 B3. നമുക്കറിയാം ഇനി എന്താണ്, വീണ്ടും ഒന്നുകൂടി നമ്മൾ ഈ കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? A1 സ്റ്റാർ A2 star 1 A1 star 1 A2 star 1 A3 B1 star 2 B2 star 2 B3. സോ ഞാൻ സ്റ്റാർ 1 സ്റ്റാർ 2 എന്ന് പറയുമ്പോൾ 2 ബൈനറി ഓപ്പറേഷൻസ് ആണ്, അതുകൊണ്ടാണ് സ്റ്റാർ 1 സ്റ്റാർ 2 എന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്നു സ്റ്റാർ 1 എന്ന് പറയുന്നത്, അതായത് G1 സ്റ്റാർ 1 എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പാണ്. അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആണ്, ആൾറെഡി ട്രൂ ആണ്. അതേപോലെ തന്നെ G2 സ്റ്റാർ 2 ഇസ് ഓൾസോ എ ഗ്രൂപ്പ്. അപ്പോൾ ഇതും ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെയും എന്താണ്? ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ട്രൂ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഇത് രണ്ടിലും ട്രൂ ആണ്. അപ്പോൾ ഇതിൽ G1ൽ 3 എലമെൻറ്റ്സ് എടുത്ത് നമ്മൾ പറഞ്ഞാലും നമ്മുടെ കണ്ടീഷൻ എന്താണ്? ട്രൂ ആണ്. G2ൽ 3 എലമെൻറ്റ്സ് എടുത്താലും ഈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ട്രൂ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് യു ക്യാൻ റീറൈറ്റ് ദ ബ്രാക്കറ്റ്. സോ യു ക്യാൻ റൈറ്റ് A1 സ്റ്റാർ 1 A2 സ്റ്റാർ 1 A3 തിരിച്ചെടുക്കുക B1 സ്റ്റാർ 2 B2 സ്റ്റാർ 2 B3. അതായത് റീസൺ എന്താണ്? ദ റീസൺ ഷുഡ് ബി പ്രോപ്പർ. ദ റീസൺ എന്താണ്? സ്റ്റാർ 1 ഇസ് അസോസിയേറ്റീവ്, സ്റ്റാർ 2 ഇസ് അസോസിയേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു G1 ആൻഡ് G2. അപ്പോൾ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ബ്രാക്കറ്റ് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? വി സ്പ്ലിറ്റ് ദ ടേംസ് സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് A1 സ്റ്റാർ 1 A2 B1 സ്റ്റാർ 2 B2. നൗ ഹിയർ സ്റ്റാർ അടുത്തത് എന്താ വരിക? ഇതിലെന്താ വരിക? A3 B3. Write like this. Combine the first two terms. So A1 star 1 A2 B1 star 2 B2 star A3 B3. So therefore on combining this you can say again by definition you can write it as A1 B1 star A2 B2 star A3 B3. അതായത് നമ്മൾ എടുത്ത ടേമിൽ നിന്ന് ബ്രാക്കറ്റ് തിരിച്ച് തന്നെ വരുന്നുണ്ട്. അതായത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ട്രൂ ആണ്. സോ നൗ the third one is identity property. Identity property consider ചെയ്യാൻ first of all we consider അപ്പോൾ G1 cross product G2 ആണ്. അപ്പോൾ നമ്മളിവിടെ എത്ര എലമെൻറ്റ്സ് ഐഡൻറ്റിറ്റി ആയിട്ട് വേണം? 2 എണ്ണം വേണം. അതായത് ഒരെണ്ണം നമ്മളെങ്ങനെ എടുക്കണം? E1 E2. അപ്പോൾ G1ന് ആൾറെഡി ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടല്ലോ, കാരണം G1 സ്റ്റാർ 1 ഒരു ഗ്രൂപ്പാണ്. സോ എന്താണ്? അതിനൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് ആൾറെഡി എക്സിസ്റ്റ് ആവുന്നുണ്ട്. സോ ലെറ്റ് E1 ബിലോങ്സ് ടു G1. അതേപോലെ തന്നെ G2
G2ന് ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ആവുന്നുണ്ട്. അതേതാണ്? E2. So E1 belongs to G1 and E2 belongs to G2. Be the two identity elements of G1 and G2. Let us take the ordered pair E1, E2 which belongs to G1 cross G2. Be the identity element of this new cross product. Now, first of all, let us take an element A, B belongs to G1 cross G2. So, identity property, we all know that A star E equal to E star A is equal to A. So, according to this condition, A, B star E1, E2 equal to, എങ്ങനെ എഴുതാം? You can combine the first term. So A star 1 E1, next term B star 2 E2, that is A, B. A നമുക്ക് ആൾറെഡി അറിയാം. അതെങ്ങനെ വന്നു? G1, G2 എന്ന് പറയുന്നത് ഗ്രൂപ്പാണ്. ആൾറെഡി ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി നേരത്തെ ട്രൂ ആണ്. വിച്ച് മീൻസ് ദാറ്റ് എ സ്റ്റാർ, അവിടുത്തെ കണ്ടീഷൻ എന്താണ്? എ സ്റ്റാർ E1 ഈക്വൽ ടു E1 സ്റ്റാർ എ ഈക്വൽ ടു എ എന്നുള്ളത് നമുക്ക് ആൾറെഡി ട്രൂ ആണ്. അതേപോലെ തന്നെ G2ന് വരുമ്പോൾ G2 ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിന് ഏതാണ് ട്രൂ? ഈ ബി സ്റ്റാർ to E2 equal to E2 star B equal to B. ഇതിലും ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ട്രൂ ആണ്. അപ്പോൾ ഇത് രണ്ടും ട്രൂ ആയത് കാരണം നമുക്ക് ഈ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ A star A, B you will get. So that we can say that similarly the next term. അപ്പോൾ ഇത് A, B star E1 E2. ഇനി E1, E2 star A, B എടുക്കുക. So that again we apply the property E1 star 1 A, E2 star 2 B, E2 star 2 B. ആൾറെഡി വീണ്ടും ഈ പ്രോപ്പർട്ടി തന്നെ ഇവിടെ രണ്ടിടത്തും അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് A, B, വിച്ച് മീൻസ് ദാറ്റ് ദ ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി ഈസ് ട്രൂ ഇൻ G1 cross G2. So we have proved here closure is true, associative is true, identity is true. Now we comes to the last one, which is known as the inverse property. So inverse property already we know that here also we apply the same condition. Given that G1, star 1 and G2, star 2 is a group, it is given here, which means that ഈ രണ്ട് ഗ്രൂപ്പിനും ഐഡൻറ്റിറ്റി ഉണ്ട്, ഇൻവേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിനൊരു ഇൻവേഴ്സ് എലമെൻറ്റ് ആൾറെഡി എക്സിസ്റ്റ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ G2ന് ഒരു ഇൻവേഴ്സ് എലമെൻറ്റ് എക്സിസ്റ്റ് ആവണമല്ലോ. അതായത് നമ്മളെങ്ങനെ എടുക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ G1ൻ്റെ ഇൻവേഴ്സിനെ നമുക്ക് A ഇൻവേഴ്സ് എന്ന് എടുക്കാം. ലെറ്റ് A ഇൻവേഴ്സ് belongs to G1 and G2ൻ്റെ ഇൻവേഴ്സ് എലമെൻറ്റ് എങ്ങനെ എടുക്കാം? B ഇൻവേഴ്സ്. അപ്പോൾ A ഇൻവേഴ്സ് belongs to G1 and B inverse belongs to G2. Be the two inverse elements of G1, star 1 and G2, star 2. Now let me consider an ordered pair in G1 cross G2. So A, B belongs to G1, G2. I don't know about the inverse of this element. Let me take an inverse element. Let A inverse, B inverse be the inverse element. If the inverse property is true, then we say this is the inverse element. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? A star B, A, B star A, അതായത് നമുക്ക് ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്താണ്? We all know that the inverse property is A star A inverse equal to A inverse star A is equal to E. ഇതാണ് നമുക്കറിയാവുന്ന പ്രോപ്പർട്ടി. അപ്പോൾ അതേപടി അവിടെ രണ്ട് എലമെൻറ്റ്, ഇവിടെ രണ്ട് ഓർഡേർഡ് പെയർ. സോ A, B star A inverse, B inverse. So that you can combine the terms A star A inverse and B star 2 B inverse. So now already this property is true. In star 1 has an inverse element. What is the inverse element? So the inverse property is true for G1. G1 ഏതാണ് true? A star 1 A inverse is equal to A inverse star 1A is equal to E1. അത് ആൾറെഡി G1ന് ട്രൂ ആണ്. ഇനി G2, star 2ന് എന്താണ് ട്രൂ? ഐഡൻറ്റിറ്റി പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കും ട്രൂ ആയിരിക്കുക? സോ B star 2 B inverse is equal to B inverse star 2 B is equal to E2. So this is the condition. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതുമ്പോൾ നമുക്ക് ഈ ആൻസർ E1, E2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, which belongs to G1 cross G2. So since G1, റീസൺ എന്താണ്? ഇതിൻ്റെ റീസൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് റീസൺ എന്താണ്? Since G1, star 1 is a group, അതായത് G1ന് ഇൻവേഴ്സ് പ്രോപ്പർട്ടി
പ്രോപ്പർട്ടി ട്രൂ ആണ്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. A1 star 1 A1 inverse is equal to E1 which is also equal to A1 inverse star 1 A1. ഇനി G2, star 2 is also a group, which means that the inverse property is true for G2, which means B1 B inverse B inverse belongs to G2, means B star 2 B inverse is equal to E2, which is equal to B inverse star 2 B, which belongs to G2. Hence G1 cross G2 is a group. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് ഇതിന് മുന്നേ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. ഹെൻസ് ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഇസ് ട്രൂ. ഇൻവേഴ്സ് പ്രോപ്പർട്ടി ഇസ് ട്രൂ ഫോർ G1 cross G2. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി is true, associative is true, identity exists, inverse also exists. Hence we can say that the cross product G1 cross G2 is a group. So the direct product of group is a group. If G1 and G2 are two groups, then we say that G1 cross G2 is also a group. So hope you could have understood this. If you have any doubts, please comment in the comment section. Thank you.